ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇസ്ലാം മതരക്ഷകനും ദൈവപ്രതിനിധിയുമായ തുർക്കി സുൽത്താനെതിരായി ഇന്ത്യയിലെ മുഹമ്മദീയർ ബ്രിട്ടീഷ് പക്ഷത്ത് ചേർന്നത് മുഹമ്മദീയരുടെ പുണ്യസ്ഥലങ്ങൾക്ക് യാതൊരു ഹാനിയും വരുത്തുകയില്ലെന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ വാഗ്ദത്തം വിശ്വസിച്ചായിരുന്നു. എന്നാൽ യുദ്ധം ജയിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ ഈ വാഗ്ദത്തം മറന്നു. തുർക്കി സാമ്രാജ്യം സഖ്യകക്ഷികൾ ഭാഗിച്ചെടുത്തു. സുൽത്താനെ അപമാനിച്ചു. ഖലീഫയുടെ പദവി നഷ്ടപ്പെടുത്തി. ഇത് മുസ്ലിം ജനതയെ ആകമാനം വേദനിപ്പിച്ചു. ഖിലാഫത്തിന്റെ ഉദ്ഗ്രഥനത്തിനും ജസ്രത്ത് അൽ അറബിന്റെയും മറ്റ് പുണ്യസ്ഥലങ്ങളുടെയും പരിപാവനത പുനഃസ്ഥാപിക്കാനും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങി. ഈ ധർമ്മയുദ്ധത്തിൽ മുസ്ലിങ്ങളോടൊത്ത് പൊതുശത്രുവിനെ നേരിടാൻ ഹിന്ദുക്കളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. കോൺഗ്രസും ഖിലാഫത്തും സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നാടിളകി. അതിന്റെ അലകൾ കേരളത്തിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് കൂടുതൽ ശക്തിയായി ആഞ്ഞടിച്ചത്. ഈ ബഹുജന മുന്നേറ്റത്തെ ക്രൂരമായി അടിച്ചമർത്താൻ വെള്ളക്കാർ നാട്ടുകാർക്കെതിരെ പട്ടാളത്തെയും പോലീസ് സംഘത്തെയും നിയോഗിച്ചു.